എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് റവയും ഏത്തപ്പഴവും കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഒരു പലഹാരം തയ്യാറാക്കാം. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും പിന്നെ ഞങ്ങളുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. എങ്കിൽ ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നല്ലതായിട്ട് പഴുത്ത 2 ഏത്തപ്പഴം വെച്ചിട്ടാണ് നമ്മൾ ഈ പലഹാരം തയ്യാറാക്കുന്നത്. മീഡിയം സൈസുള്ള 2 ഏത്തപ്പഴമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ ഏത്തപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് ശർക്കര 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് തിളപ്പിച്ച് അരിച്ചെടുത്താണ് കേട്ടോ. അതിന് പകുതി നമ്മൾ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. സ്റ്റൗ കത്തിച്ചിട്ട് പാൻസലോട്ട് വെച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. നെയ്യ് ചൂടായതിന് ശേഷം ഇതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കണം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതായിട്ട് ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. 2-3 മിനിറ്റോളം നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഏത്തപ്പഴം നല്ലതായിട്ടൊന്ന് വേകണം. 3 മിനിറ്റോളം നമ്മൾ നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് തേങ്ങയാണ്. ഞാൻ 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കണം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഈ സമയം ഉണ്ടല്ലോ ഒന്ന് ലോ ആക്കി കൊടുക്കണം കേട്ടോ. വറുത്ത റവയാണ് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ റവയൊക്കെ നല്ലതായിട്ട് വെന്ത് ഇതിലെ ആ വെള്ളമയൊക്കെ ഒന്ന് വറ്റുന്നവരെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ റവയൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. ഈ പരുവത്തിന് വേണം തയ്യാറാക്കിയെടുക്കാൻ കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് കുറച്ചൊന്ന് തണുക്കണം. നമ്മളിത് വാഴയില വെച്ചാണ് പുഴുങ്ങിയെടുക്കുന്നത്. വാഴയില ഞാനിന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. ഒരു കോൺ ഷേപ്പിൽ ഇതേ രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് മാവ് വെച്ച് കൊടുക്കണേ. എന്നിട്ട് ഇതേ രീതിയിലൊന്ന് മടക്കിയെടുക്കണം. ഇങ്ങനെ മടക്കിയെടുക്കുമ്പോൾ നമ്മുടെ ഈ പലഹാരം ഉണ്ടല്ലോ നല്ലൊരു ഷേപ്പിൽ കിട്ടും. ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. ഇതേ രീതിയിൽ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഒരെണ്ണം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. സ്റ്റൗ കത്തിച്ച് ഇഡ്ഡലി പാത്രം വെച്ച് കൊടുത്തു. അതിൽ കുറച്ച് വെള്ളവും വെച്ച് നമ്മൾ തിളപ്പിച്ചു. ഒരു ഇഡ്ഡലി തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പലഹാരം വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ അടപ്പ് വെച്ച് അടച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റായി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇതിപ്പോൾ നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. ഒരെണ്ണം നമുക്ക് ഇളക്കി നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ബൈ ബൈ.